ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോക ജീവിതം ക്ഷണികമാണെന്ന് മഹത്തുക്കൾ പറയുന്നുവെങ്കിലും ഓരോരുത്തരുടെയും ധാരണ ഇത് എന്നും നിലനിൽക്കുമെന്നും തൻ്റെ ഇച്ഛപ്രകാരം ഇവിടെ ജീവിക്കാം എന്നുമൊക്കെയാണ് കരുതുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എത്രയോ ക്ഷണികമാണ്. നേർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുവതയ്യോ ശിവ ശിവ. എത്ര വലിയ ഒരു സത്യമാണ് നമുക്ക് ഇതിലൂടെ അനാവരണം ചെയ്തു തരുന്നത്. നീർപ്പോളയ്ക്ക് സമാനമാണ് ഈ ശരീരം, ഈ ശരീരത്തിലെ വാസവും. അതിനാൽ ഈ ശരീരത്തിൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വിലയേറിയതാണ്. ആ പരമസത്യത്തെ കണ്ടെത്താൻ പറ്റിയ ഉപകരണമാണ് മർത്യദേഹം. ആ ദേഹം ഇപ്പോൾ മഹാസുഹൃദാധിക്യം കൊണ്ടും മഹാഭാഗ്യത്താലും ഈശ്വരാനുഗ്രഹത്താലും നമുക്കത് ലഭിച്ചു കഴിഞ്ഞു. ഇതെപ്പോഴാണ് പൊട്ടിപ്പോവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ കിട്ടിയ ഈ ഒരു നിമിഷത്തെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. നാം എന്തൊക്കെ വാരിക്കൂട്ടുന്നുവോ ആ വാരിക്കൂട്ടിയ വസ്തുതകളൊന്നും തന്നെ നാം പോകുമ്പോൾ കൊണ്ടുപോയി കാണുന്നില്ല. അതുകൊണ്ടൊരു കവി പറയുന്നു, കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാരും, പിന്നെ എന്തിനീ കണ്ടതെല്ലാം സ്വന്തമാക്കുന്നു. കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാരും. കണ്ടതായ വസ്തുക്കൾ കണ്ടാൽ പോരാ, അത് സ്വന്തമാക്കണം. പക്ഷേ സ്വന്തമാക്കിയിട്ട് എന്താ കാര്യം? അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതും അല്ല. ആരും ഇത് കൊണ്ടുപോയി കണ്ടിട്ടുമില്ല, കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. എല്ലാത്തിനും പറ്റുന്ന ഉപകരണം ഒന്നിനും പറ്റാതെ നിർജീവമായി ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. നമ്മൾ കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ബന്ധുവായിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആത്മാവ് മാത്രമാണ്. ബാക്കി ബന്ധുക്കളാരും നമുക്ക് സ്വന്തമല്ല. എന്നാൽ ആത്മാവായിരിക്കുന്ന ആ ഉറ്റ ബന്ധുവിനെ നമ്മൾ എപ്പോഴും സ്മരിക്കേണ്ടതാണ്. കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാരും. ഇതൊന്നും തന്നെ കണ്ട വസ്തുക്കളും നേടിയ വസ്തുക്കളും കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. പിന്നെ എന്തിനി കണ്ടതെല്ലാം സ്വന്തമാക്കുന്നു. എത്ര വാരിക്കൂട്ടിയാലും എത്ര സമ്പാദിച്ചാലും മതി വരാത്തതാണ് മനസ്സെന്ന പ്രഹേളിക. അതൊന്ന് കെട്ടുകൾ 10 കെട്ടുകൾ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അതങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ പോകുന്നു. കിട്ടിയ ഒന്നിലും സംതൃപ്തിയില്ല, കിട്ടാത്തതിനായി വീണ്ടും മോഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെയുള്ള ആ മനസ്സിനെയാണ് നാം മെരുക്കിയെടുക്കേണ്ടത്. ആ മനസ്സ് മെരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പരമസുഖമായി. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്ത് ശ്രമം ചെയ്തും എത്ര പണിപ്പെട്ടും നമ്മൾ മനസ്സിനെ കണ്ടെത്തുകയും മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ ഇല്ലാതാക്കുകയും ആ ചാഞ്ചല്യം ഇല്ലാതാകണമെങ്കിൽ മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന ചപലത അല്ലെങ്കിൽ ദുർവാസനകൾ, ദുർഗുണങ്ങൾ ഇല്ലാതെയാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ മഹത്തായ ശക്തിവിശേഷമാണ് ഇതേ മനസ്സ് തന്നെ. മാലിന്യങ്ങൾ നീക്കം ചെയ്യൂ. കാമക്രോധ മതമത്സര്യാദികളാകുന്ന മാലിന്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ
എപ്പോഴും വികലമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്കതിനെ ജയിക്കാൻ സാധിക്കുന്നുവോ? ഏതിനെ? നമ്മുടെ മനസ്സിനെ. ആർക്ക് നമ്മുടെ മനസ്സിനെ ജയിക്കാൻ സാധിക്കുന്നുവോ അവരാണ് ഏറ്റവും വലിയ സുഖിയും സുഹൃതിയും ശക്തിമാനുമായിരിക്കുന്നത്. അതിനാൽ നാം നമ്മുടെ മനസ്സിന് അടിമപ്പെടാതെ മനസ്സിനെ നമ്മൾ നമ്മുടെ കാൽക്കീഴിൽ ആക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം മനസ്സ് സ്വാധീനമായി കഴിയുമ്പോൾ ആ മനസ്സ് തന്നെ മഹത്തായ ശക്തിയായി മാറുന്നു. കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാരും, പിന്നെ എന്തിനി കണ്ടതെല്ലാം സ്വന്തമാക്കുന്നു.